തങ്കം ഫാമിലി കിച്ചന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ഒരു കേക്കാണ്. അത് മിൽക്ക് ബട്ടർ കേക്ക്. വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന നല്ല അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കേക്ക്. നമ്മുടെ ബേക്കറിയിലൊക്കെ കിട്ടുന്ന ടീ കേക്ക് ഉണ്ടല്ലോ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അതേ കേക്കിൻ്റെ അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാൻ ഒരു ട്രിക്കും കൂടെ ഉണ്ട്. അതെല്ലാവരും അതൊന്ന് കണ്ടു നോക്കണം. അപ്പം നമ്മുടെ ഈ മിൽക്ക് ബട്ടർ കേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതാണ് എൻ്റെ ഓവൻ സെറ്റപ്പ്. ഗ്യാസ് സ്റ്റോപ്പിലാണ് ചെയ്യുന്നത്. ഒരു നോൺ സ്റ്റിക്ക് പാത്രത്തിൽ ഒരു ഗ്രില്ല് വെച്ച് മൂടി വെച്ച് അടച്ചു വെച്ച് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതൊരു 1.5 കപ്പ് മൈദയാണ്. 200 മില്ലിയുടെ ഒരു കപ്പിൻ്റെ 1.5 കപ്പ് മൈദ. അതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ടിട്ടുണ്ട്. 1 ടീസ്പൂൺ തന്നെ ചേർക്കണം. അല്പം ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. അപ്പോൾ 1.5 കപ്പ് മൈദ ഉള്ളതുകൊണ്ട് 1 ടീസ്പൂൺ ഫുള്ള് ബേക്കിംഗ് പൗഡർ ചേർക്കണം. ബേക്കിംഗ് സോഡ ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല, ഉണ്ടെങ്കിൽ ഒരു നുള്ളു ചേർക്കാം. എന്നാലും ബേക്കിംഗ് പൗഡർ 1 ടീസ്പൂൺ തന്നെ ചേർത്ത് അല്പം ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കുക. ഇനി നമ്മൾ ഇതിനായിട്ട് 3 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. ഇതൊരു വലിയ മുട്ടയാണ് 3 എണ്ണം. ഞാൻ ഇതിൻ്റെ മഞ്ഞയും വെള്ളയൊന്നും വേർതിരിക്കുന്നില്ല, 3ഉം കൂടെ ഒന്നിച്ചിട്ടിട്ടാണ് ബീറ്റ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ കയ്യിൽ ബീറ്റർ ഉള്ളതുകൊണ്ട് ഞാൻ ബീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് ബീറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ പഞ്ചസാര പൊടിച്ചതും കൂടെ ചേർത്തിട്ടാണ് ബീറ്റ് ചെയ്യുന്നത്. ഇതൊരു 1 കപ്പ് പഞ്ചസാര പൊടിച്ചെടുത്തതാണ്. നമ്മൾ 1.5 കപ്പ് മൈദയ്ക്ക് 1 കപ്പ് പഞ്ചസാര മതി, നല്ല മധുരമാണ്. അപ്പോൾ ഇത് പൊടിച്ചെടുത്തിട്ട് കുറേശ്ശെ ചേർത്തിട്ട് നമുക്ക് ബീറ്റ് ചെയ്യണം. അപ്പോൾ ആദ്യം മുട്ടയൊന്ന് ബീറ്റ് ചെയ്തിട്ട് വരാം. അപ്പോൾ മുട്ടയുടെ കൂടെ നമുക്ക് വനില എസൻസും കൂടെ ചേർത്ത് ബീറ്റ് ചെയ്താൽ മുട്ടയുടെ ഒരു ഫൗൾ സ്മെല്ലൊന്നും വരത്തില്ല. ഞാൻ മുട്ടയൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് 3/4 ടീസ്പൂണ് വനില എസൻസ് ചേർത്തിട്ടുണ്ട്. ഇനി പഞ്ചസാര കുറേശ്ശെ ചേർത്തിട്ട് നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കുക. അത് ഹാൻഡ് വിസ്ക് കൊണ്ടോ ബീറ്റർ കൊണ്ടോ സ്പൂണായാലും മതി. നല്ലപോലെ കുറേ നേരം അടിച്ചൊന്ന് പതപ്പിച്ചെടുക്കണം. അങ്ങനെ പഞ്ചസാര കുറേശ്ശെ ചേർത്ത് പതപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മുടെ മൈദ മിക്സ് കുറേശ്ശെ ചേർത്തിട്ട് അതും കൂടെ അതിൻ്റെ കൂടെ യോജിപ്പിക്കുക. അപ്പോൾ ഇങ്ങനെ അരിച്ചെടുത്ത് യോജിപ്പിക്കുമ്പോൾ നമ്മളത് ചേർത്തിട്ടുള്ള ആ ബേക്കിംഗ് പൗഡറൊക്കെ എല്ലായിടത്തും ഒരുപോലെ വരും. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് ആദ്യം നമ്മൾ പൊടി ഇട്ടതിന് ശേഷം അത് നല്ലപോലെ മിക്സ് ചെയ്ത് ആ മൈദയുടെ പൊടി അതിൽ കാണാൻ പറ്റാത്ത വിധത്തിൽ മിക്സ് ചെയ്തതിന് ശേഷം മാത്രമേ അടുത്ത ബാക്കി പൊടി ഇടാവുള്ളൂ. അങ്ങനെ കുറേശ്ശെ ഇട്ടിട്ട് വേണം നമ്മൾ ഈ മൈദ മിക്സ് ചെയ്യാൻ. ഇപ്പോൾ ഇതെല്ലാം അത് നന്നായിട്ട് മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി ബാക്കി കുറച്ച് പൊടിയും കൂടെ ഇതുപോലെ അരിച്ച് ചേർക്കുക. അങ്ങനെ എല്ലാ പൊടിയും നമുക്ക് കുറേശ്ശെ അതിലേക്ക് ചേർത്തിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അതിൻ്റെ ആ പതയൊക്കെ അടങ്ങിപ്പോകാത്ത വിധത്തിൽ വേണം മിക്സ് ചെയ്യാൻ, വല്ലാതെ ഇട്ട് ഇളക്കരുത്. അപ്പം ഇതെല്ലാം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ആ പാത്രത്തിനോട് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അല്ല ചിലപ്പോൾ അതിനകത്ത് മൈദയൊക്കെ അതിനകത്ത് മിക്സ് ആവാതെയൊക്കെ ഇരിക്കും. ഇതിപ്പം 150 മില്ലിയുടെ ഗ്ലാസ്സിൽ 1 ഗ്ലാസ് പാല് നന്നായിട്ട് ചൂടാക്കി വെച്ചേക്കുകയാണ്. നല്ലപോലെ ചൂടാക്കണം. ആ ചൂട് പാലിലേക്ക് നമ്മൾ 50 ഗ്രാം ബട്ടറാണ് ചേർക്കുന്നത്. ഇത് ഞാൻ വീട്ടിലെടുത്ത ബട്ടറാണ്. ഏത് ബട്ടർ ആയാലും കുഴപ്പമില്ല. നമ്മൾ ആ ചൂട് പാലിൽ തന്നെ ചേർത്തിട്ട് അത് നന്നായിട്ട് അലിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഇത് പാല് നല്ല ചൂടാണ്. ബട്ടർ നല്ലപോലെ അതിൽ ചൂട് പാലായതുകൊണ്ട് ബട്ടർ നന്നായിട്ട് അലിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ ചൂട് പാലാണ് നമ്മൾ ഈ മിക്സിലേക്ക് കുറേശ്ശെ ഒഴിച്ചിട്ട് ഇളക്കി യോജിപ്പിക്കുക. വല്ലാതെ ഇട്ടങ്ങ് ഇളക്കരുത്, നല്ലപോലെ ഇളക്കി യോജിപ്പിക്കണം. ആ നല്ല ചൂടോടുകൂടി തന്നെ ഒഴിക്കണം, ഒരു കുഴപ്പമില്ല. ഇതാണ് ഈ കേക്കിൻ്റെ ഒരു സോഫ്റ്റ്നെസ് കൂട്ടുന്ന ട്രിക്ക്. നല്ല സോഫ്റ്റ് എന്ന് വെച്ചാൽ നമ്മുടെ വായിലലിഞ്ഞു പോകുന്ന പോലുള്ള നല്ല സോഫ്റ്റ് കേക്ക് കിട്ടും. അതിൻ്റെ ഏറ്റവും ഒരു സീക്രട്ടാണ് ഈ ചൂട് പാലും ബട്ടറും. അപ്പോൾ അതെല്ലാം ഒഴിച്ച് നമ്മൾ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിനകത്തൊന്നും ഒന്നും ചേർക്കാനില്ല. ഇത് നമ്മളിനി നിങ്ങൾ ഏത് പാത്രത്തിലാണ് കേക്ക് ബേക്ക് ചെയ്യുന്നത് വെച്ചാൽ ആ പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് നമ്മുടെ ഓവൻ സെറ്റപ്പിലേക്ക് വെച്ചിട്ട് കേക്കിൻ്റെ വലിപ്പം അനുസരിച്ച് 20 മുതൽ 30 മിനിറ്റിനുള്ളിൽ കേക്ക് ബേക്കായി കിട്ടും. ഒരു 20 മിനിറ്റ് കഴിയുമ്പോൾ ഒരു ഈർക്കിലി കൊണ്ട് ഒന്ന് കുത്തി നോക്കണം, എന്നാലേ അത് അറിയത്തുള്ളൂ. ഇപ്പോൾ ഇനി ഇത് ഒരു സ്ക്യൂർ കൊണ്ട് നമ്മളിതൊന്ന് നന്നായിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം 2 പ്രാവശ്യം ടാപ്പ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് വയ്ക്കാം. നല്ല ചൂടായി കിടക്കുകയാണിത്. ഇതിലേക്ക് വെച്ചിട്ട് ആ മൂടി കൊണ്ട് നമുക്ക് അടച്ചു വയ്ക്കാം. മീഡിയം ഫ്ലെയിമിൽ തന്നെ വേണം, ലോ ഫ്ലെയിം ആകണ്ട, ഹൈ ഫ്ലെയിമും ആകരുത്. ഇങ്ങനെയുള്ള നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ വയ്ക്കുമ്പോൾ ഹൈ ഫ്ലെയിമിൽ ഒരിക്കലും ഇടരുത്. ആ പാത്രത്തിനകം നന്നായിട്ട് പുകഞ്ഞിട്ട് കേക്കിൻ്റെ സ്മെല്ല് കേക്കിൻ്റെ ടേസ്റ്റിന് വ്യത്യാസം വരും. ഇപ്പം 25 മിനിറ്റ് കഴിഞ്ഞു. നമ്മുടെ കേക്ക് നല്ല പഞ്ഞി പോലെ ബേക്കായി കിട്ടിയിട്ടുണ്ട്.
ഇതൊന്ന് തണുത്തതിന് ശേഷം നമുക്കതിൽ നിന്ന് എടുക്കാം. ഉടനെ തന്നെ കേക്ക് വെന്തു എന്ന് തോന്നിയാൽ ഉടനെ തന്നെ അതിൽ നിന്ന് ഓവൻ സെറ്റപ്പിൽ നിന്ന് എടുക്കരുത്. അത് കുറച്ച് നേരം കൂടി അതിനകത്ത് വെച്ചതിന് ശേഷം വേണം എടുക്കാൻ. ഇത് കണ്ടോ, ഈ കേക്കിൻ്റെ സോഫ്റ്റ്നെസ് എത്രയുണ്ടെന്ന് ഞാൻ ഇങ്ങനെ തൊട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? അത്രയ്ക്ക് സോഫ്റ്റാണ് ഈ കേക്ക്. നിങ്ങൾ ഇതൊന്നും പ്രത്യേകിച്ച് ഇതിനകത്ത് ഒന്നുമില്ല. ഈ പറയുന്ന ഞാൻ പറഞ്ഞ ആ ഒരു സീക്രട്ട് മാത്രം ഓർത്തിരുന്നാൽ മതി. അതുപോലെ സോഫ്റ്റായിട്ടുള്ള കേക്ക് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇതാ നല്ല കളറിലാണ് മൊരിഞ്ഞിരിക്കുന്ന സൈഡൊക്കെ. നമ്മളൊരു 60 ഗ്രാം ബട്ടർ, അതിൽ കൂടുതൽ എടുത്തിട്ടില്ല, 150 മില്ലി പാല്, 1.5 കപ്പ് മൈദ, 1 കപ്പ് പഞ്ചസാര, 3 മുട്ട. 3 മുട്ട എടുത്തത് വലിയ മുട്ടയാണ്. അപ്പോൾ നമ്മുടെ പഞ്ഞി പോലുള്ള ടീ കേക്ക് ബേക്കറിയിൽ കിട്ടുന്ന അതേ ടേസ്റ്റിലുള്ള അതിനേക്കാളും സോഫ്റ്റായിട്ടുള്ള ടീ കേക്ക് റെഡി ആയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. ഇത് കഴിച്ച ആൾക്കാരെല്ലാം നല്ല സൂപ്പർ സോഫ്റ്റും നല്ല ടേസ്റ്റുമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ബട്ടറൊക്കെ നമ്മൾ വീട്ടിൽ തന്നെ എടുക്കുന്ന ബട്ടറാണെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും. നമ്മൾ വേറെ ഒന്നും പ്രത്യേകിച്ചൊന്നും ചേർത്തിട്ടില്ല. ഇതിന് ഫ്ലേവറിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂണ് വനില മാത്രമാണ് ചേർത്തിരിക്കുന്നത്. കണ്ടോ, അത് മുറിക്കുമ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാവില്ലേ എത്രയും സോഫ്റ്റാണ്. ഇതാണ്, ഇങ്ങോട്ട് നോക്കൂ. നല്ല പഞ്ഞി പോലെ. ഇതിപ്പം നല്ലപോലെ തണുത്തതിന് ശേഷമാണ് ഞാൻ മുറിച്ചിരിക്കുന്നത്. കണ്ടോ എത്ര സോഫ്റ്റാണെന്ന്. ഈ കേക്ക് ഞാൻ രാത്രിയിൽ ഉണ്ടാക്കിയിട്ട് രാവിലെയാണ് ഇത് കട്ട് ചെയ്തത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഈ മിൽക്ക് ബട്ടർ കേക്ക് ഒരു പ്രാവശ്യമെങ്കിലും ഞാൻ പറയുന്ന അതേ രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കണം. നമ്മുടെ സീക്രട്ടായിട്ടുള്ള ചൂട് പാലും ബട്ടറും മറക്കരുത്. മറ്റൊരു റെസിപ്പിയുമായി വരുന്നത് വരെ സ്റ്റേ ഹെൽത്തി ആൻഡ് ഹാപ്പി. താങ്ക് യു.